നിലമ്പൂരിൽ ഇന്ന് സൂപ്പർ സൺഡേ. പരസ്യ പ്രചാരണം തീരാൻ മണിക്കൂറുകൾ ശേഷിക്കെ പ്രധാന നേതാക്കളെ ഗ്രൗണ്ടിലിറക്കിയാണ് സ്ഥാനാർത്ഥികൾ കരുത്തുകാട്ടുന്നത്. നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം സ്വരാജിനായി പ്രചാരണം നയിക്കുന്നത്. ആര്യടൻ ശൗക്കത്തിനായി വോട്ട് തേടി പ്രിയങ്ക ഗാന്ധി ഇന്ന് നിലമ്പൂരിലെത്തും. PV അൻവറിനായി യൂസഫ് പട്ടാൻ MP കൂടി എത്തിയതോടെ ഒരു 2020 മത്സരത്തിന്റെ ആവേശത്തിലാണ് പ്രചാരണം. ഉപതെരഞ്ഞെടുപ്പിന്റെ കളം നിലമ്പൂരിൽ നേരത്തെ തെളിഞ്ഞതാണ്. പ്രധാന പ്ലേയേഴ്സ് നേരത്തെ തന്നെ കളി തുടങ്ങി. ഇന്നിംഗ്സ് തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി. സീനിയർ പ്ലേയേഴ്സും സ്റ്റാർ പ്ലേയേഴ്സും റിയൽ പ്ലേയേഴ്സും കളിക്കളത്തിലുണ്ട്. മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്താണ് LDF സ്ഥാനാർത്ഥി എം സ്വരാജിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ടീം LDFനെ നയിക്കുന്നത്. വികസന നേട്ടവും ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ വിമർശനവുമാണ് പ്രധാന ആയുധം. PV അൻവറിനെ പ്രതിരോധത്തിലാക്കുന്ന വിമർശനവും തുടരുന്നു. ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ്. ഞങ്ങൾ കൂടെ കൊണ്ടു നടന്നിരുന്നത് ഒരു വലിയ വഞ്ചകനെയായിരുന്നു. അദ്ദേഹം കാണിച്ച കൊടും വഞ്ചനയുടെ ഭാഗമായാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ടി വന്നിട്ടുള്ളത്. സ്ഥലം MP കൂടിയായ കോൺഗ്രസിന്റെ താരപ്രചാരക പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുള്ളതിന്റെ ആവേശത്തിലാണ് UDF ആരാധകർ. ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്കയുടെ ഇന്നിംഗ്സ് തുടങ്ങും. 2 പൊതുയോഗങ്ങളിൽ പ്രിയങ്ക പങ്കെടുക്കും. Well, we are fighting very well for the bypoll and we are very hopeful of a good victory in it. ടെസ്റ്റ് മത്സരം പോലെ ആദ്യം ഇഴഞ്ഞു എന്ന് തോന്നിച്ചെങ്കിലും വെടിക്കെട്ട് ബാറ്റർ യൂസഫ് പട്ടാൻ ഇറക്കി അവസാന ഓവറുകളിൽ ആഞ്ഞടിക്കാനാണ് PV അൻവറിന്റെ ഗെയിം പ്ലാൻ. വിദ്യാർത്ഥികളുമായി ബൺ ഓഫർ മാച്ച് കളിച്ച് മടങ്ങിയ യൂസഫ് പട്ടാൻ ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോ നടത്തും. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണം ഇന്ന് കരുളായി പഞ്ചായത്തിലാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖർ NDA ക്യാമ്പിൽ സജീവമായുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ഓവറുകളിലാണ് നിലമ്പൂർ. ഗെയിം പ്ലാനിൽ മാറ്റം വരുത്തി ഓരോ വോട്ടും ഉറപ്പിക്കുന്ന സൂപ്പർ ഓവറുകളിലേക്ക് ഇനി പ്രചാരണം കടക്കും. വിജയം അറിയാൻ ഈ മാസം 23 വരെ കാത്തിരിക്കണം. ടീം 24 നിലമ്പൂർ.